കഴുത്തിന് ക്ഷതമേറ്റെന്ന വിദഗ്ധ സംഘത്തിന്റെ നിഗമനത്തെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുള്ള KSUവിന്റെ കയ്യേറ്റം നാട്ടിൽ സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിക്ക് നേരെയുണ്ടായത് വധശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതെന്നും CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. എന്നാൽ KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ന്യായീകരണം. വീട്ടിൽ കടന്നുകയറി റീത്ത് വച്ചതുൾപ്പെടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ഇന്ന് KSU നടത്തിയ പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരുക്കേറ്റതോടെ മന്ത്രിക്ക് പ്രതിരോധമൊരുക്കി CPIM-ഉം LDF-ഉം. കലാപമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് അതിക്രമത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അശാന്തിയുടെ സംഘർഷത്തിൻ്റെ സ്ഥലമാക്കി മാറ്റണം. അതിനാണ് ബോധപൂർവമുള്ള ശ്രമം ആരംഭിക്കുന്നത്. മന്ത്രിക്കെതിരെ വധശ്രമമാണ് ഉണ്ടായതെന്നും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും കുറ്റപ്പെടുത്തി CPIM നേതാക്കൾ. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും കൂടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തെല്ലാം നാടകങ്ങൾ സംഘടിപ്പിക്കണം, എന്തെല്ലാം ആക്രമണങ്ങൾ നടത്തണം, എന്തെല്ലാം തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കണം, ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണല്ലോ. കരാർ പണി കൊടുത്തിരിക്കുകയാണല്ലോ KPCC. എന്നാൽ KSU നടപടിയെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ തയ്യാറായില്ല. KSUകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. സംഭവം പരിശോധിക്കുമെന്നും തെറ്റുപറ്റിയെങ്കിൽ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം മന്ത്രിയുടേത് അഭിനയമെന്ന് KSUവിന്റെ പരിഹാസം. മൈലപ്ര ബദനി സ്കൂളിലെ മോണാക്ടിൽ 1ാം സ്ഥാനം നേടിയ ആ പെൺകുട്ടിയുടെ അഭിനയ പാടവത്തോടുകൂടി തന്നെയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും വീണ ജോർജ് അഭിനയിച്ച് തകർത്ത് അഭിനയിക്കുന്ന ഒരു രംഗം നമ്മളിന്ന് കണ്ണൂർ കണ്ടത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.